ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വോയിസ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ്ങായി നിൽക്കുന്ന സയ്യാര എന്ന മൂവിയുടെ എക്സ്പ്ലനേഷനാണ് നമ്മളിന്ന് കേൾക്കാനായി പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കഥയിലേക്ക് പോവാം. സിനിമയുടെ തുടക്കം രജിസ്റ്റർ ഓഫീസിൽ നിൽക്കുന്ന നമ്മുടെ ഹീറോയിനായ വാണിയെ കാണിച്ചുകൊണ്ടാണ്. അവൾ കോളേജിൽ പഠിക്കുമ്പോഴേ മഹേഷ് എന്ന പയ്യനുമായി പ്രണയത്തിലായിരുന്നു. ഇപ്പോൾ വീട്ടുകാരുടെ സമ്മതപ്രകാരം വിവാഹം കഴിക്കാനായി രജിസ്റ്റർ ഓഫീസിൽ വന്നിരിക്കുകയാണ്. അവിടെ എത്തി എല്ലാ ലീഗൽ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടും മഹേഷ് വരുന്നത് കാണാത്തതുകൊണ്ട് അവൾ അവനെ ഫോൺ വിളിച്ച് അടുത്തത് നമ്മുടെ കല്യാണമാണ്, നീ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. എന്നാൽ മഹേഷ് പറയാണ്, ഞാനിപ്പോൾ ഫോറിനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവൻ വർക്ക് ചെയ്യുന്ന വലിയ കമ്പനിയിലെ CEO അവന് പ്രൊമോഷൻ കൊടുത്തിരിക്കുന്നു. അത് കേട്ടതും വാണിക്ക് ചെറിയ വിഷമാവുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നീ ആഗ്രഹിച്ചതുപോലെ നിനക്കിപ്പോൾ പ്രൊമോഷൻ കിട്ടിയല്ലോ, നീ വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. എന്നാൽ മഹേഷ് പറയാണ്, നീ വെയിറ്റ് ചെയ്യണ്ട, ഞാനിത് പറയാൻ വൈകിയതിൽ സോറി, ഞാനിപ്പോൾ മറ്റൊരു പെൺകുട്ടിയുമായി കമ്മിറ്റഡ് ആണെന്ന്. അത് മറ്റാരുമായിരുന്നില്ല, അവന് പ്രൊമോഷൻ കൊടുത്ത കമ്പനിയിലെ ആ CEO തന്നെയായിരുന്നു. അത് കേട്ടതും അവൾ സങ്കടം സഹിക്കാൻ പറ്റാതെ ബോധം കെട്ട് വീഴുകയാണ്. അവളെ വീട്ടുകാർ വീട്ടിലേക്ക് കൊണ്ടുപോയി ഒരുപാട് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ പതിയെ ഒരു ഡിപ്രഷനിലേക്ക് തന്നെ പോവുകയാണ്. എന്നാൽ അവളുടെ അച്ഛനും അമ്മയും അവൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാനായി ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ കുറെ മാസങ്ങൾക്ക് ശേഷം അവളുടെ അച്ഛന്റെ നിർബന്ധപ്രകാരം അവൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായി പോവുകയാണ്. പോകുന്ന വഴിക്കാണ് നമ്മുടെ ഹീറോയുടെ എൻട്രി. ഒരു ഫ്രീക്കൻ പയ്യൻ വളരെ അലക്ഷ്യമായി വളരെ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നു, കൂടാതെ സ്മോക്ക് ചെയ്യുന്നു. അവന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടതുകൊണ്ടാവണം അവൾ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഇന്റർവ്യൂവിനായി ഓഫീസിലേക്ക് എത്തുകയും അവൾ പുറത്തിരിക്കുന്ന സമയത്ത് അവൾ അവളുടെ ബുക്ക് പുറത്ത് വെച്ച് മറന്നു പോവുകയാണ്. അതേ നേരത്ത് തന്നെ നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അവൾ അവിടെ വെച്ച് അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്റർവ്യൂവിന്റെ സമയമായതുകൊണ്ട് വാണി ഉള്ളിലേക്ക് കയറുകയും അവളോട് അവർ ചോദിക്കുന്നത് ഈ സെലിബ്രിറ്റീസിനൊക്കെ ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നായിരുന്നു. എന്നാൽ വാണിക്ക് കൂടുതൽ ഇഷ്ടം എഴുത്തിനോടായിരുന്നു. എന്തായാലും ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി ഒരു 3 മാസം അവൾക്ക് എന്തായാലും ട്രെയിനിങ്, ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതിനൊക്കെ പറഞ്ഞ് വാണി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് നമ്മുടെ ഹീറോ ഉള്ളിലേക്ക് വരുന്നത്. അവളെ കണ്ടതും ഈ ബുക്ക് താൻ താഴെ വെച്ച് മറന്നതാണ് എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് ബുക്ക് നീട്ടി. അവളത് വാങ്ങാനായി നോക്കുമ്പോൾ ഹീറോ ആ ബുക്ക് പുറകോട്ട് വലിച്ച് വാണി ഭദ്ര എന്ന് അവളുടെ പേര് പറയുകയാണ്. അവൻ ആ ബുക്ക് വായിച്ചു നോക്കിയിട്ടുണ്ടാകണം. അവൾ ആ ബുക്ക് വാങ്ങിയതിനു ശേഷം നിങ്ങൾ ആരാണെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. അത് കുറച്ച് നിമിഷത്തിനുള്ളിൽ അറിയാൻ പറ്റൂ എന്ന് പറഞ്ഞ് അവനുള്ളിലേക്ക് പോയി ആരാ ഋത്വിക് റോയ് എന്ന് ചോദിച്ചു. ഇത്രയും നേരം വാണിയെ ഇന്റർവ്യൂ ചെയ്തിരുന്ന ആളായിരുന്നു ആ ഋത്വിക്. അവനെ കണ്ടതും നമ്മുടെ ഹീറോ അവന്റെ തലമണ്ടയ്ക്കിട്ടൊരു അടി കൊടുക്കുകയാണ്. കാരണം നമ്മുടെ ഹീറോയും ഫ്രണ്ട്സും ഒരു മ്യൂസിക് ബാൻഡ് നടത്തുന്നുണ്ടായിരുന്നു. ഈ മീഡിയയിൽ അവരുടെ ബാൻഡിനെ പറ്റി ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. നമ്മുടെ ബാൻഡിലെ മെയിൻ മ്യൂസിഷ്യനൊക്കെ നമ്മുടെ ഹീറോ ആണ്. എന്നാൽ അവനെ പറ്റിയോ അവന്റെ ബാക്കിയുള്ള ട്രൂപ്പ് മെമ്പേഴ്സിന്റെയും പേരൊന്നും ആ ആർട്ടിക്കിൾ വരാതെ ഒരു പയ്യന്റെ പേര് മാത്രം അവന്റെ അച്ഛന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഫേക്കായി ഫെയിം ആവാൻ നോക്കിയതാണ്. അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഹീറോ ഇപ്പൊ അവനെ തല്ലിയത്. ഞാൻ ക്രിഷ് കപൂർ, ഞാൻ ആരാണെന്ന് അടുത്ത് തന്നെ ഈ ലോകം അറിയും എന്നൊക്കെ അവൻ വളരെ പാഷനേറ്റ് ആയി സംസാരിക്കുന്നത് കണ്ട് വാണി അവനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വളരെ ദേഷ്യപ്പെട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും വാണിയെ അവൻ മറന്നില്ല. അവൻ വാണിയുടെ അടുത്തേക്ക് പോയി എഴുത്ത് നന്നായിരുന്നു എന്ന് അവൾ അപ്രീഷിയേറ്റ് ചെയ്താണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അവൻ നേരെ പോയത് ആ പയ്യന്റെ അടുത്തേക്കായിരുന്നു. അവനിട്ട് നല്ലപോലെ 2 അടിയും കൊടുത്ത് ആ ട്രൂപ്പിൽ നിന്ന് തന്നെ ഇറങ്ങി ഒരു സോളോ പെർഫോമൻസ് ചെയ്യാണ്. അവന്റെ പാട്ട് കേട്ട് അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ അവന്റെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ വളരെ ഇഷ്ടത്തോടെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും ടാലന്റ് ഉണ്ടായിട്ടും അതിന്റെ ഒരു അച്ചീവ്മെന്റ് ഒന്നും അവൻ ഇതുവരെ കിട്ടിയിരുന്നില്ല. വലിയ പോപ്പ് സിംഗർ ആവണമെന്നാണ് നമ്മുടെ കൃഷിന്റെ ആഗ്രഹം. അതിനുവേണ്ടി അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കൃഷിന്റെ റിയൽ ടാലന്റ് അറിയാവുന്നത് അവന്റെ ഒരു സുഹൃത്തിന് മാത്രമായിരുന്നു. അവൻ മാത്രമാണ് ഇവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൃഷ് അവനെയും കൂട്ടി ഈ യൂട്യൂബിൽ 100 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു പോപ്പ് സിംഗറായ പ്രിൻസ് എന്ന ആളുമായി കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. കൃഷിന്റെ ടാലന്റ് പ്രിൻസിനും പ്രിൻസിന്റെ പ്ലാറ്റ്ഫോമും നമ്മുടെ കൃഷിനും ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ പ്രിൻസ് ഡിമാൻഡ് ചെയ്യുന്നത് സംതിങ് ന്യൂ ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു. അതേ നേരത്തെ തന്നെ വാണി പ്രിൻസിനെ ഇന്റർവ്യൂ ചെയ്യാനായി ആ ലൊക്കേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കൃഷി കാണുകയും അതെന്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞ് അവൾ ഉള്ളിലേക്ക് കയറ്റി വിടുകയും ചെയ്തു. അവൾ പ്രിൻസിന്റെ അടുത്തേക്ക് പോയി ഇന്റർവ്യൂവിന്റെ കാര്യം സംസാരിക്കുമ്പോൾ അവൻ നെക്സ്റ്റ് മന്ത് വാ എന്നൊക്കെ പറഞ്ഞ് ഡിലേ ആക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് കൃഷ്ണൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അവൻ അവളുടെ കൈ പിടിച്ച് ഉള്ളിലേക്ക് കയറ്റുമ്പോൾ അവളുടെ ബുക്ക് അവൻ കയ്യിലേക്ക് വാങ്ങിയിരുന്നു. അവൾ അതിൽ എഴുതിയിരുന്ന കുറച്ച് ലൈൻസ് വളരെ മനോഹരമായി നമ്മുടെ കൃഷി പാടുകയാണ്. അവിടെ കൂടിയിരുന്ന ആൾക്കാരൊക്കെ കൃഷിനെ തന്നെ നോക്കുകയാണ്. അങ്ങനെ പ്രിൻസും ആ പാട്ടിൽ ഇംപ്രസ്ഡ് ആയി അതിന്റെ ബാക്കി പാടാനായി പറഞ്ഞു. ഇതിന്റെ ബാക്കി വേണമെങ്കിൽ ഞാനല്ല വിചാരിക്കേണ്ടതെന്ന് പറഞ്ഞ് അവൻ വാണിയെ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് കേട്ടതും പ്രിൻസ് നേരെ വാണിയുടെ അടുത്തേക്ക് പോയി ഇതിന്റെ ബാക്കി എന്തായാലും എഴുതണം അതും പറഞ്ഞ് അവൻ ഒരുപാട് ഓഫേഴ്സ് ആ മീഡിയയ്ക്ക് വേണ്ടി കൊടുക്കുകയാണ്. അവൾ ആ കാര്യം ഉടനെ തന്നെ മീഡിയയിൽ പോയി പറയുകയും അവർക്ക് വളരെ സന്തോഷമാവുകയും അവളെ ജോലിയിൽ ഫിക്സ് ആക്കുകയും ചെയ്തു. അങ്ങനെ അവൾ ലിറിക്സ് എഴുതാനായി കൃഷിന്റെ സ്റ്റുഡിയോയിലേക്ക് പോയി. എന്നാൽ അവിടെ വെച്ച് അവൾക്ക് ഒരു വരി പോലും എഴുതാൻ പറ്റുന്നില്ല.
ഇത് കണ്ട് കൃഷ്ണ ആകെ ക്ഷമ കെട്ട് അവളോട് ദേഷ്യപ്പെടുകയാണ്. ആദ്യം അവളും കേട്ട് നിന്നെങ്കിലും പിന്നീട് അവൾ വളരെ ഇമോഷണലായി. എനിക്കിവിടെ സെറ്റ് ആവുന്നില്ല, എനിക്കിവിടെ ഒരു മോട്ടിവേഷനും കിട്ടുന്നില്ല. പാട്ട് എഴുതണമെങ്കിൽ നമ്മൾ നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് പോകണം. നമ്മുടെ കുട്ടിക്കാലം, ഫസ്റ്റ് ലവ്, അതൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതിൽ നിന്നുള്ള പാട്ടാണ് വേണ്ടത് എന്നൊക്കെ അവളിങ്ങനെ സംസാരിക്കുന്നത് കണ്ട് കൃഷ് അവളുടെ സംസാരത്തിൽ ഇംപ്രസ്ഡ് ആയി. മോട്ടിവേഷൻ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അടുത്തുള്ള ഒരു ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവാണ്. കൃഷിൻ്റെ മൈൻഡ് സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് അവൻ അവിടെ വന്ന് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ആ സമയത്ത് അവന് ചെയ്യാൻ കരുതിയ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ചെയ്യാൻ പറ്റും. ബാറ്റ് പിടിച്ച് ബോളിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ മനസ്സിൽ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്നറിയോ? ഇന്ത്യ പാകിസ്ഥാൻ വേൾഡ് കപ്പ് ഫൈനൽ മാച്ച് നടക്കുകയാണ്. വിൻ ചെയ്യണമെങ്കിൽ ലാസ്റ്റ് ബോളിന് 5 റൺസ് വേണം. അതേ നേരം കിങ് കോഹ്ലി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈ 10,000-കണക്കിന് ഫാൻസ് എൻ്റെ പ്രതീക്ഷയിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ആ ഓഡിയൻസൊക്കെ ആ ബോൾ എന്താവെന്ന് അറിയാനായി ഇങ്ങനെ സൈലൻസോടെ കോഹ്ലിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. കോഹ്ലി അതേ നേരം ഒരു 6 അടിക്കുകയും അപ്പോൾ അവൻ്റെ ചുറ്റും കൂടിയ ഓഡിയൻസൊക്കെ വളരെ സന്തോഷം കൊണ്ട് ആർത്ത് വിളിക്കുകയും ചെയ്യും. അപ്പോൾ കിട്ടുന്ന ഒരു വൈബും സന്തോഷമുണ്ട്, അതല്ല റിയൽ മോട്ടിവേഷൻ എന്നൊക്കെ അവനിങ്ങനെ പറയുന്നത് കേട്ട് അവളതിൽ വളരെ മോട്ടിവേറ്റഡായി പെട്ടെന്ന് തന്നെ പാട്ട് എഴുതി തീർക്കുകയാണ്. ആ പാട്ട് ഉടനെ തന്നെ കൃഷ് പാടി പ്രാക്ടീസ് ചെയ്യുകയും അവർ തമ്മിലുള്ള കോമ്പിനേഷൻ വളരെ അടിപൊളിയായി മുന്നോട്ട് പോവുകയും 1 വീക്ക് കഴിഞ്ഞ് ആ പാട്ടുമായി പ്രിൻസിനെ കാണുകയും ചെയ്തു. പ്രിൻസിന് സോങ് നല്ല ഇഷ്ടമായെങ്കിലും അവന്റെ മാനേജർ പറയുകയാണ്, നിങ്ങളുടെ ഓഡിയൻസ് കൂടുതലും റാപ്പ് ലവേഴ്സ് ആണ്, ഈ പാട്ടിൽ റാപ്പ് എവിടെ, ഇതിൽ റാപ്പ് ആഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. പാട്ടിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറഞ്ഞാൽ ദേഷ്യപ്പെടുന്ന നമ്മുടെ കൃഷ് ആണെങ്കിൽ വളരെ സമാധാനത്തോടെ കേട്ടു നിന്ന് അതിന് സമ്മതിച്ചു. എന്നാൽ വാണി പറയുകയാണ്, ഈ പാട്ടിനായി നമ്മൾ 1 വീക്ക് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് കേട്ട് നമ്മൾ എന്തിനാണ് ഈ പാട്ടിൽ റാപ്പ് ആഡ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്നാൽ കൃഷ് ആണെങ്കിൽ വളരെ സമാധാനത്തോടെ നമുക്ക് അവരോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, അവർ പറയുന്നത് പോലെ ചെയ്യാൻ മാത്രമേ നമ്മൾക്ക് സാധിക്കൂ എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ച് പോലീസുകാർ വന്ന് കൃഷ്ണ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും വാണിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇതേ നേരം അവൻ്റെ അച്ഛനാണെങ്കിൽ പബ്ലിക്കിൽ കുടിച്ച് വഴക്കുണ്ടാക്കിയതുകൊണ്ട് പോലീസുകാർ അച്ഛനെ അറസ്റ്റ് ചെയ്തിരുന്നു. അവൻ്റെ അച്ഛൻ്റെ ഒരു മദ്യപാനിയാണ്. അമ്മയുടെ മരണശേഷമാണ് അച്ഛൻ കംപ്ലീറ്റ് ഒരു ആൽക്കഹോളിസ്റ്റായി മാറുന്നത്. ഇതൊക്കെ കണ്ട് ദേഷ്യം വന്ന കൃഷാണെങ്കിൽ അവൻ്റെ പോക്കറ്റിലെ പണം എടുത്ത് അച്ഛന് വലിച്ചു കൊടുത്തു പോയി കുടിക്കുമെന്ന് പറഞ്ഞു അവൻ എപ്പോഴും പോവാറുള്ള ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. അവൻ മാനസികമായി ആകെ തളർന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണമെന്നുണ്ട്, അതിനുവേണ്ടി അവൻ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കുറച്ച് മനുഷ്യർ അവൻ്റെ ജീവിതം തന്നെ തളർത്തുകയാണ്. വാണിയും അവൻ്റെ പുറകെ പോയി അവനെ ഒരുപാട് ആശ്വസിപ്പിച്ചു. നീ കാരണമാണ് ഇന്ന് ഞാൻ എഴുതുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൾ അവളുടെ ജീവിതത്തിലെ ബ്രേക്കപ്പ് സ്റ്റോറിനെ പറ്റിയൊക്കെ കൃഷ്ണനോട് പറയുകയാണ്. ശേഷം അവനെയും കൂട്ടി വീണ്ടും അവൻ്റെ അച്ഛനെ കാണാനായി പോവുകയാണ്. അതേ നേരത്തും അവൻ്റെ അച്ഛൻ ഭാരത് തന്നെയായിരുന്നു അവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയാണ്. ഇനി വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കിയ കൃഷ് അച്ഛനെ കൂട്ടി ഒരു പ്രൈവറ്റ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ കൊണ്ടുവരികയാണ്. എന്നാൽ അതിന് കുറച്ച് പൈസ ചെലവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പാട്ട് അവൻ പ്രിൻസിന് വിൽക്കാനായി തീരുമാനിച്ചു. അതിന്റെ ഒരു ക്രെഡിറ്റും തനിക്കില്ല എന്നുള്ള എഗ്രിമെന്റിൽ കൂടി സൈൻ ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ പ്രിൻസ് ആ പാട്ട് അവൻ്റെതായ രീതിയിൽ ഓഡിയൻസിന് മുന്നിലേക്ക് അവതരിപ്പിക്കുകയും ആ പാട്ട് 1 ഹിറ്റ് ആവുകയും ചെയ്തു. അങ്ങനെ ഓഡിയൻസൊക്കെ അത് എൻജോയ് ചെയ്യുന്നതിന്റെ നടുവിലൂടെ വളരെ വിഷമിച്ചുകൊണ്ട് കൃഷ്ണ നടന്നു വരികയാണ്. തനിക്ക് കിട്ടേണ്ട അപ്രിസിയേഷനും ക്രെഡിറ്റും ഒക്കെ മറ്റൊരാൾക്ക് കിട്ടിയതിൽ അവർ നല്ല വിഷമമുണ്ടായിരുന്നു. എന്നാൽ അതേ നേരത്ത് വാണി അവൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ കയ്യിൽ ചേർത്ത് പിടിക്കുകയാണ്. അവിടെ വെച്ചാണ് അവരുടെ പ്രണയം സ്റ്റാർട്ടാവുന്നത്. അതിനുശേഷം അവരുടെ ലൈഫ് വളരെ ഹാപ്പിയായി മുന്നോട്ട് പോയി. വാണി അവനോട് പറയുകയാണ്, നീ ആഗ്രഹിച്ച പോലെ നിനക്ക് എത്തണമെങ്കിൽ നീ നിന്റെ പഴയ കൂട്ടുകാരുടെ ബാൻഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചെയ്യുകയും ഒരുപാട് പാട്ട് പാടുകയും യൂട്യൂബ് ചാനലിലൊക്കെ വൈറലാവുകയും അവൻ്റെ പാട്ട് പൊതുവെ സമൂഹം ഏറ്റെടുക്കാനായും തുടങ്ങി. അങ്ങനെ ഒരു ദിവസം കൃഷ് അവളെ അവളുടെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാണ്. അത് കണ്ട് വാണിയുടെ അമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് എത്തിയ ഉടനെ അവളുമായി അമ്മ വഴക്കുണ്ടാക്കുകയാണ്. ഇപ്പോഴല്ലേ ഒരു ബ്രേക്കപ്പിൽ നിന്ന് ഓക്കെ ആയി വന്നത്, വീണ്ടും അടുത്തത് സ്റ്റാർട്ട് ചെയ്യാണോ, നീ ഇങ്ങനെ ഇനിയും ഡിപ്രഷനിലേക്ക് പോകുന്നത് കാണാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ അവളോട് നല്ലപോലെ വഴക്കുണ്ടാക്കുകയാണ്. എന്നാൽ അതേ നേരത്ത് തന്നെ വാണി തലകറങ്ങി വീഴുകയും ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന കൃഷ് അവളെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. വളരെ വിഷമത്തോടെ പുറത്തിരിക്കുന്ന അവൻ്റെ അടുത്തേക്ക് വാണിയുടെ അമ്മ വന്നിട്ട്, നീ അവളെ കല്യാണം കഴിക്കില്ലേ, അവളുടെ വിഷമം ഇനി എനിക്ക് കാണാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും പറയുന്നുണ്ടായിരുന്നു. എന്നാൽ കൃഷ് ആണെങ്കിൽ തിരിച്ചു മറുപടിയൊന്നും പറയുന്നില്ല. അമ്മ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. എന്നാൽ വാണിയുടെ അച്ഛൻ അവനെ മനസ്സിലാക്കുകയും അകത്തുപോയി അവളെ കാണാനുള്ള പെർമിഷൻ കൊടുക്കുകയും അവനുള്ളിലേക്ക് കയറിയ ഉടനെ വാണിയുടെ അടുത്തിരുന്ന് നമുക്ക് കല്യാണം കഴിക്കാം എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട ഉടനെ ഹീറോയിൻ ചോദിക്കാണ്, എന്റെ അമ്മ എന്തെങ്കിലും നിന്റെ അടുത്ത് പറഞ്ഞോ? ഇപ്പോൾ ഇതൊന്നുമല്ല മുഖ്യം, നീ ആഗ്രഹിച്ചതുപോലെ, നീ ഇഷ്ടപ്പെട്ടതുപോലെ നീ വലിയ സ്റ്റാർ ആവണം, വലിയ സെലിബ്രിറ്റി ആവണം, അതിനുശേഷം നമുക്ക് കല്യാണം കഴിക്കാം എന്ന് അവള് പറയുകയാണ്.
വാണി ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ മോട്ടിവേറ്റഡ് ആയ ക്രിഷ് ഒരു ട്രാവൽ സോങ് റെഡിയാക്കാനായി ഗോവയിലേക്ക് പോവുകയാണ്. അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വളരെ അപ്രതീക്ഷിതമായി കുറേ ആളുകൾ ആ ബസ്സിന് ചുറ്റും കൂടി ക്രിഷ് ക്രിഷ് എന്ന് ആർത്ത് വിളിക്കുകയാണ്. ഇതെന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ അവൻ ഉടനെ തന്നെ ബസ്സിൻ്റെ മുകളിൽ കയറി നിന്ന് അവൻ്റെ ഫ്രണ്ടിനോട് കാര്യം ചോദിക്കുകയാണ്. അവൻ്റെ ഫ്രണ്ട് ക്രിഷിൻ്റെ ഒരു സോങ് യൂട്യൂബിലിടുകയും അത് വൈറലാവുകയും കൃഷി ഇങ്ങോട്ടേക്ക് വരുന്നതറിഞ്ഞ് അവൻ്റെ ഫാൻസ് അവനെ കാണാനായി വന്നതാണ്. ഇത് അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു നിമിഷമാണെങ്കിലും വാണി അടുത്തില്ലാത്തതുകൊണ്ട് തന്നെ അവന് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇതേ നേരം ഹോസ്പിറ്റലിൽ വാണിയുടെ ബ്ലഡ് ടെസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ അവൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ന്യൂറോളജിസ്റ്റിന് അവൾക്ക് എന്തോ പ്രശ്നമുള്ളതായി തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ മെമ്മറി ടെസ്റ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അവളോട് ചോദിച്ചു. എന്നാൽ എല്ലാ കാര്യങ്ങളും ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് അവൾ പറയുന്നത്. ഇന്നത്തെ ഡേറ്റ് ചോദിച്ചപ്പോൾ പോലും അവളൊന്ന് കൺഫ്യൂഷൻ ആവുകയാണ്. കൂടാതെ പറയുന്ന എല്ലാ കാര്യങ്ങളും മറന്നു പോകാതിരിക്കാനായി അവൾ അവളുടെ ബുക്കിൽ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ശ്രദ്ധിച്ച ഡോക്ടറാണെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റ് നടത്തിയതിന് ശേഷം വാണിക്ക് അൽഷിമേഴ്സ് ആണെന്ന് മനസ്സിലാവുകയാണ്. സാധാരണ 65 വയസ്സിന് മുകളിലുള്ളവർക്കാണ് അൽഷിമേഴ്സ് വരിക. പക്ഷെ വാണിയുടെ കാര്യത്തിൽ ഇത് കുറച്ച് നേരത്തെ സംഭവിച്ചിരിക്കുന്നു. ആ കാര്യം ഡോക്ടർ അവളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. കുറച്ച് നാൾ കൂടി കഴിഞ്ഞാൽ നിന്റെ മെമ്മറീസൊക്കെ ചെറുതായി മാഞ്ഞു പോകാനായി തുടങ്ങും. ഫാമിലി, ഫ്രണ്ട്സ്, ലവ് അവരെയൊക്കെ മറന്നു പോകും. ഈ കാര്യം നീ നിന്റെ വീട്ടിൽ പറയണം. അവരോട് പറയാതെ കുറച്ച് നാൾ കഴിഞ്ഞാൽ പുറത്തോട്ടൊന്നും പോകരുത്. കാരണം വീട്ടുപേര്, ഫോൺ നമ്പർ എല്ലാം മറന്നു പോകും. ഇതെല്ലാം കേട്ട് വാണിയുടെ കണ്ണ് നിറയുകയാണ്. കൃഷ്ണനെ മറന്നു പോകും എന്നുള്ളതായിരുന്നു അവളുടെ ഏറ്റവും വലിയ വിഷമം. അങ്ങനെ അതൊക്കെ ഓർത്ത് അവൾ വളരെ വിഷമിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൃഷ് അവളുടെ അടുത്തേക്ക് വരുന്നത്. അവൻ പ്രോഗ്രാമിന് പോയ സമയത്ത് അവൾ ഫോൺ വിളിച്ചിട്ട് കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. ആ ടെൻഷൻ കൊണ്ടാണ് അവൻ ഓടി വന്നത്. അവൻ വന്ന ഉടനെ തന്നെ അവളോട് ദേഷ്യപ്പെട്ട് ഫോൺ എടുക്കാത്തതിന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനിടയിൽ വാണി അവളുടെ കാര്യം പറയാൻ ശ്രമിച്ചെങ്കിലും കൃഷി ഇങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ഒന്നും പറയാനായി പറ്റിയില്ല. കാരണം അവൻ ബസ്സിൽ വെച്ചുണ്ടായ സംഭവങ്ങളും ലോകം മൊത്തം എന്നെ കാണാനായി വന്നിരിക്കുന്ന സമയത്ത് പോലും ഞാൻ നിന്നെ കാണാനാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവളുടെ കൈയും പിടിച്ച് ഒരു വണ്ടിയുടെ മുകളിൽ കയറി നിന്ന് മുകളിലേക്ക് ചൂണ്ടിക്കാട്ടി, എനിക്ക് അത്ര ഉയരത്തിലെത്തണം, പക്ഷെ എൻ്റെ കൂടെ നീയും ഉണ്ടാവണം. ലോകം മൊത്തം വി ലവ് യു കൃഷ് എന്ന് പറയുമ്പോൾ ഞാൻ സ്നേഹിക്കുന്നത് നിന്നെ മാത്രമാണ് വാണി. അങ്ങനെയൊക്കെ കൃഷ് പറഞ്ഞതും അവൾ വളരെ സ്നേഹത്തോടെ അവനെ കെട്ടിപ്പിടിക്കുകയാണ്. അവനെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയും അവൻ്റെ ഗ്രോത്തിന് ഈ കാര്യം ഒരു തടസ്സമാവരുതെന്ന് കരുതിയായിരിക്കണം അവൾ ആ അസുഖത്തിൻ്റെ കാര്യം അവനോട് പറയാതിരുന്നത്. അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നുപോയി. വാണിയുടെ അസുഖം ചെറുതായി കൂടി വരികയായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൾ ജോലി ചെയ്യുന്ന മീഡിയയിൽ ഒരു വലിയൊരു പാർട്ടി നടക്കുകയാണ്. അവരുടെ കമ്പനി വേറൊരു കമ്പനിയുമായി ടൈപ്പ് ആയിരിക്കുന്നു. അങ്ങനെ അവിടുത്തെ മേഡം വാണിയെ വിളിച്ചുകൊണ്ട് പുതിയ പാർട്ട്ണറെ പരിചയപ്പെടുത്താനായി കൊണ്ടുപോവാണ്. എന്നാൽ അയാളെ കണ്ടതും വാണി വളരെ ഇമോഷണൽ ആവുകയാണ്. അത് മറ്റാരും ആയിരുന്നില്ല, സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച വാണിയുടെ പഴയ കാമുകൻ, അവളെ ചതിച്ചിട്ട് പോയ മഹേഷ് ആയിരുന്നു അത്. എന്നാൽ മഹേഷ് വാണിയെ കണ്ടതും നീ പണ്ടത്തേക്കാൾ സുന്ദരിയായിരിക്കുന്നുവല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളോട് ഫ്ലേർട്ട് ചെയ്യാണ്. അവൾ ഉടനെ തന്നെ കൃഷിൻ്റെ അടുത്തേക്ക് പോയി എനിക്ക് ആ ജോലി വേണ്ട, ഞാൻ റിസൈൻ ചെയ്യാണെന്നൊക്കെ പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ ഈ നടന്ന സംഭവങ്ങളെ പറ്റിയൊന്നും അവൾ പറയുന്നുണ്ടായിരുന്നില്ല. ഇതേ നേരം കൃഷി ഒരു പരിപാടിക്ക് പോകാനായി റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവളാണ് ദേഷ്യത്തിൽ അവൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്യാണ്. എന്നാൽ ഇത് കണ്ട കൃഷ് ആണെങ്കിൽ വാണി ബാഗൊക്കെ നമ്മൾ നേരത്തെ പാക്ക് ചെയ്തല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവന് ഈ അൽഷിമേഴ്സിന്റെ കാര്യമൊന്നും അറിയാത്തതുകൊണ്ട് അതത്ര കാര്യമായി എടുത്തില്ല. അങ്ങനെ കൃഷ്ണന് പോവാൻ സമയമായതുകൊണ്ട് തന്നെ അവൻ അവളെ ഒന്ന് ആശ്വസിപ്പിച്ച് വളരെ വിഷമത്തോടെ അവർ രണ്ടുപേരും യാത്ര പറയുകയാണ്. അങ്ങനെ വാണി വീണ്ടും ടെൻഷനോടുകൂടി ഓഫീസിലേക്ക് എത്തി. മഹേഷ് അവളെ കണ്ടത് അവളുടെ അടുത്തേക്ക് വന്ന് ഞാൻ പഴയ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ല, എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണെന്നൊക്കെ അങ്ങനെ ഫ്ലേർട്ട് ചെയ്തുകൊണ്ടേ സംസാരിച്ചിരിക്കുകയാണ്. ആ സമയത്ത് വാണിയുടെ മൈൻഡ് ആകെ ഡിസ്റ്റർബായി. അവളാണ് എല്ലാ കാര്യങ്ങളും മറന്നുപോയി പഴയ മെമ്മറിയിൽ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഉടനെ തന്നെ മഹേഷിനോട് നമുക്ക് കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചു. അത് കേട്ടതും മഹേഷ് പരിഹസിച്ച് ചിരിക്കുകയാണ്. അത് കണ്ട് ദേഷ്യം വന്ന വാണി അവനായി ഉറക്കെ വഴക്കുണ്ടാക്കുകയും അവിടെ കൂടി നിന്ന ആൾക്കാരൊക്കെ സൈലന്റ് ആവുകയും ഇത് കണ്ട മഹേഷിന്റെ ഭാര്യ വന്ന് അവനോട് കാര്യം ചോദിക്കുകയാണ്. അത് ജോബിന്റെ ഇഷ്യൂ ആണെന്ന് പറഞ്ഞ് അവൻ സെക്യൂരിറ്റിയെ വിളിച്ച് അവളെ ആ പാർട്ടിയിൽ നിന്നും പറഞ്ഞു വിട്ടു. എല്ലാവരുടെ മുന്നിലും നാണം കെട്ടുപോയ വാണിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടുന്ന സമയത്ത് ഒരാളുടെ കാല് തട്ടി താഴെ വീണു. അവളുടെ കയ്യിൽ നിന്ന് അവൾ ബാഗും താഴെ വീഴുകയാണ്. എന്നാൽ അവൾ കരഞ്ഞുകൊണ്ട് ബാഗ് ഒന്നും എടുക്കാതെ അവിടെ നിന്ന് ഓടിപ്പോയി. ഇതേ നേരത്ത് കൃഷി ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നതിന് മുന്നേയായി വാണിയെ ഒന്ന് ഫോൺ വിളിച്ചു നോക്കുകയാണ്. എന്നാൽ നിലത്ത് വീണ ബാഗിൽ നിന്നും ഫോൺ എടുത്തത് അവിടെ ഉണ്ടായിരുന്ന ഒരു പയ്യനായിരുന്നു. നടന്ന സംഭവങ്ങളൊക്കെ അവൻ കൃഷ്ണനോട് പറയുകയും അവൻ ഉടനെ തന്നെ ആ പ്രോഗ്രാമൊക്കെ ക്യാൻസൽ ചെയ്ത് വാണി അന്വേഷിച്ചു വരികയാണ്. അവൻ ഓഫീസിലെത്തി അവളുടെ ബാഗ് എടുത്ത് നോക്കിയപ്പോഴാണ് അതിൽ മെഡിക്കൽ റിപ്പോർട്ട് കാണുന്നത്.
അത് വായിച്ചു നോക്കിയപ്പോൾ അവൾക്ക് അൾഷിമേഴ്സ് ആണെന്നുള്ള കാര്യം കൃഷ്ണ മനസ്സിലാവുകയാണ്. ഇതേ നേരം വാണി കൃഷ് എപ്പോഴും മോട്ടിവേഷൻ കിട്ടാനായി കൊണ്ടുപോകാറുള്ള ഗ്രൗണ്ടിൽ പോയി അവിടെ ഓരോ ബോളും ബാറ്റ് ചെയ്യാനായി ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അവൾക്ക് ഒരു ബോൾ പോലും അടിക്കാനായി പറ്റുന്നില്ല. അവൾ അവിടെ ഉണ്ടാവുമെന്ന് മനസ്സിലായ കൃഷ് അവളെ നോക്കി അവിടേക്ക് പോവുകയും അവളെ ചേർത്ത് പിടിച്ച് ഓരോ ബാറ്റിനും ബോൾ അടിക്കാനായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നാൽ അവൾക്ക് കൃഷി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഇനി നീ നിന്ന് കഴിഞ്ഞാൽ നിന്റെ ജീവിതവും കരിയറും ഒക്കെ ഇല്ലാണ്ടാവും, അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച് പോവാനായി അവൾ പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യവും സങ്കടവും വന്ന കൃഷാണെങ്കിൽ നിന്നെ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണെങ്കിലും ഞാൻ ചികിത്സിക്കും, നീ ഓരോ കാര്യങ്ങൾ മറന്നുപോയാലും ഒന്നല്ല 1000 തവണ ആ കാര്യം റീക്രിയേറ്റ് ചെയ്ത് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞതും അവൾ വളരെ സ്നേഹത്തോടെ അവനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവുകയും ഡോക്ടർ അവളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാനായി സ്ട്രെസ് കുറക്കാനുമായി ഒരു ട്രിപ്പിന് കൊണ്ടുപോകാനായി പറയുകയാണ്. അങ്ങനെ കൃഷ് അവളെ കൂട്ടിക്കൊണ്ടുപോകാനായി അവളുടെ വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് അവളുടെ അമ്മ അവളുടെ വായിൽ കുറച്ച് സീഡ്സ് ഒക്കെ വെച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കൃഷിനോട് അമ്മ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ള കാര്യത്തിൽ അവൾക്കും അച്ഛനും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ അമ്മ കൃഷിൻ്റെ അടുത്തേക്ക് പോയി ആ സീഡ്സ് അവൻ്റെ നേരെ നീട്ടുകയാണ്. അവൻ കൈ നീട്ടിയതും അമ്മ കൈ തട്ടി മാറ്റി അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. തൻ്റെ മകളെ ഇത്രയും ഹാപ്പിയാക്കി വെക്കുന്നത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇപ്പോൾ കൃഷിനെ നല്ല ഇഷ്ടമായിരിക്കുന്നു. അങ്ങനെ അവർ നല്ലൊരു സ്ഥലത്തേക്ക് പോയി അവിടെ എത്തി ഒരുപാട് ദിവസം സ്പെൻഡ് ചെയ്ത് രണ്ടുപേരും വളരെ ഹാപ്പിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി അവൻ്റെ സുഹൃത്ത് അവനെ വീഡിയോ കോൾ ചെയ്യുകയാണ്. വാണി കേൾക്കാതിരിക്കാനായി അവൻ മാറി നിന്ന് സംസാരിച്ചു. അവനാണെങ്കിൽ നീ എപ്പോഴാണ് വരിക, പ്രോഗ്രാംസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ കൃഷി പറയാണ് എനിക്ക് കുറച്ച് ജോലി കൂടിയുണ്ട്, അതൊക്കെ തീർത്തിട്ടേ എനിക്ക് വരാൻ പറ്റുമെന്ന്. എന്നാൽ ഇത് വാണി കേൾക്കുകയും അവൾ അവൻ്റെ അടുത്ത് വന്ന് നീ എന്തായാലും ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ഇങ്ങനെ നീ കരിയർ നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടി അവൻ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായി തീരുമാനിച്ചു. അങ്ങനെ വാണിയെയും കൂട്ടി അവൻ പരിപാടിയുടെ സ്ഥലത്തേക്ക് എത്തി. എന്നാൽ അവിടേക്ക് അവൻ്റെ സുഹൃത്ത് അവൻ്റെ അച്ഛനെയും കൂട്ടി വരുന്നുണ്ടായിരുന്നു. അച്ഛനിപ്പോൾ ആളാകെ മാറിയിരിക്കുന്നു. അച്ഛനെ ഇൻവൈറ്റ് ചെയ്തത് വാണിയായിരുന്നു. ആ കാര്യം അറിഞ്ഞതുകൊണ്ട് കൃഷ്ണൻ നല്ല സന്തോഷമാകാണ്. പാട്ടുപാടാൻ സമയമായതുകൊണ്ട് തന്നെ അവന് സ്റ്റേജിലേക്ക് പോകണമായിരുന്നു. എന്നാൽ വാണി അവിടെ നിർത്തി പോവാൻ അവന് ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ അവളാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട, ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് പാട്ടുപാടാനായി സ്റ്റേജിലേക്ക് പറഞ്ഞയക്കാണ്. അവൾ ആ സമയത്ത് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അതേ നേരത്താണ് വളരെ അപ്രതീക്ഷിതമായി മഹേഷ് വീണ്ടും അങ്ങോട്ടേക്ക് വരുന്നത്. മഹേഷിനെ കാണുന്ന സമയത്ത് അവളുടെ മൈൻഡ് ആകെ വല്ലാതായി. അവൾ പഴയ ഓർമ്മയിൽ തന്നെ സ്റ്റക്കായി പോവുകയാണ്. ഇപ്പോൾ മഹേഷാണ് തൻ്റെ കാമുകനെ എന്ന് കരുതി മഹേഷ് അവളോട് വന്ന് സംസാരിച്ച സമയത്ത് മഹേഷ് അവളെയും കൂട്ടി അവൻ്റെ റൂമിലേക്ക് കൊണ്ടുപോവാണ്. എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് എൻ്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല. നീ ഇപ്പോൾ ഒരാളുമായി കമ്മിറ്റഡ് ആണല്ലോ, അവനുമായി ബ്രേക്കപ്പ് ആവണ്ട, നമുക്കിങ്ങനെ സ്നേഹിച്ചു പോവാം, അതായത് ഫ്ലേർട്ട് ചെയ്ത് പോവുക എന്നാണ് മഹേഷ് ഉദ്ദേശിക്കുന്നത്. അവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ വാണി ഒന്ന് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതേ നേരത്ത് കൃഷ് വാണിയെ മുന്നിൽ കാണാത്തത് കൊണ്ട് തന്നെ ടെൻഷനായി അവൾ അന്വേഷിച്ചു വരികയാണ്. മഹേഷ് അവളോട് മോശമായി പെരുമാറാൻ നോക്കിയതും കൃഷ് അതേ നേരത്ത് തന്നെ ഉള്ളിലേക്ക് വന്ന് മഹേഷിനെ നല്ല പോലെ അടിച്ചു. എന്നാൽ മഹേഷാണ് തൻ്റെ കാമുകനെന്ന് കരുതി വാണി കൃഷ്ണനോട് ദേഷ്യപ്പെടുകയാണ്. അവനെ വിട്, ഐ ലവ് ഹിം എന്നൊക്കെ പറഞ്ഞ് അവളൊരു കത്തിയെടുത്ത് കൃഷിൻ്റെ കയ്യിലേക്ക് കുത്തി. ഇതെല്ലാം കൃഷിനെ വളരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് വേണ്ടി അവൻ അതൊക്കെ സഹിച്ചു നിന്നു. എന്നാൽ മഹേഷ് ആണെങ്കിൽ ഇവൾക്ക് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് കരുതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായി ശ്രമിച്ചു. അവൻ ഓടുന്നത് കണ്ട് വാണി മഹേഷ് മഹേഷ് എന്ന് വിളിച്ച് അവൻ്റെ പുറകെ ഓടുകയാണ്. കൃഷി ഉടനെ തന്നെ അവളെ ശക്തമായി പിടിച്ചു വെക്കുകയും അവൾ വിട് വിട് എന്ന് പറഞ്ഞ് ഉറക്കെ കരയാനായും തുടങ്ങി. എന്നാൽ അവളൊന്ന് റിലാക്സ് ആവുന്നതുവരെ അവൻ അവളെ ചേർത്ത് പിടിച്ചു. എന്നാൽ ഇതേ നേരത്താണ് അവൻ്റെ സുഹൃത്തും അച്ഛനും അങ്ങോട്ടേക്ക് വരുന്നത്. ഈ കാഴ്ച കണ്ട് അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ശേഷം അവളെ ഒന്ന് റൂമിൽ കൊണ്ടുപോയി കിടത്തിയതിന് ശേഷം അച്ഛൻ അവനോട് പറയുകയാണ്, നിന്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതം കുറേ നശിപ്പിച്ചു. നിനക്ക് നല്ലൊരു കരിയർ ഉണ്ട്, നീ അത് നശിപ്പിക്കരുത്, നീ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിടുമെന്ന്. എന്നാൽ അവളെ ആർക്കും വിട്ടുകൊടുക്കാൻ കൃഷി തയ്യാറായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. വാണി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് കൃഷിൻ്റെ മ്യൂസിക് കേട്ടുകൊണ്ടായിരുന്നു. അവൾ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ മറന്നുപോയിരിക്കുന്നു. ഇന്നല്ലേ ഷോ, നമുക്ക് പോവണ്ടേ, ഞാൻ പോയി റെഡി ആയിട്ട് വരാം എന്ന് വാണി പറഞ്ഞതും ഷോ ഇന്ന് കഴിഞ്ഞു എന്ന് കൃഷി പറയുകയാണ്. അവൻ അവിടെ വളരെ വിഷമത്തോടെ ഒരു മ്യൂസിക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയ വാണി ഇപ്പോൾ എന്താ മനസ്സിൽ ഫീൽ ചെയ്യുന്നതെന്ന് അവനോട് ചോദിക്കുകയാണ്. എന്നാൽ അവൻ അവൻ്റെ വിഷമം അവൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥയായി പറയുകയാണ്. കൂടാതെ അവൻ്റെ സുഹൃത്തിൻ്റെ ആ കാമുകി ദൂരെ എവിടേക്കോ പോയി എന്ന് പറഞ്ഞതും സുഹൃത്തിന് വേണ്ടി നമുക്കൊരു പാട്ടുണ്ടാക്കാം എന്ന് അവൾ അവനോട് പറയുകയാണ്. ആ പാട്ടിന് വേണ്ടിയുള്ള വരികൾ ഞാൻ എഴുതി തരാം. ഈ പാട്ട് അവൾക്ക് വേണ്ടിയുള്ളതാണെന്ന് അവൻ്റെ ഗേൾ ഫ്രണ്ട് അറിയണം.
ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അവൾ എവിടെയാണെങ്കിലും തിരിച്ചു വരും, അത് ഞാൻ പ്രോമിസ് ചെയ്യുന്നെന്ന് പറഞ്ഞ് അവൾ കൃഷ്ണനോട് ഐ ലവ് യു മഹേഷ് എന്നാണ് പറയുന്നത്. അത് കേട്ട് അവന് നെഞ്ചു പൊട്ടുന്ന വേദന ഉണ്ടെങ്കിലും അതൊക്കെ അവൻ കടിച്ചമർത്തി പിടിച്ച് നിൽക്കുകയാണ്. ശേഷം അവൻ അവൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോയി. അവൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലെവൽ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് തന്നെ അത് അറ്റൻഡ് ചെയ്യാനായി കൃഷ്ണനെ നിർബന്ധിക്കുകയായിരുന്നു. എന്നാൽ അവൻ്റെ മാനസികാവസ്ഥ അതിന് പറ്റാത്തത് കൊണ്ട് തന്നെ അവൻ പറ്റില്ല എന്ന് പറഞ്ഞതും അവൻ്റെ ഫ്രണ്ട് അവനോട് നല്ലപോലെ ദേഷ്യപ്പെടുകയാണ്. ലോകം മുഴുവൻ നിനക്കായി കാത്തിരിക്കുന്നു, നിന്റെ സക്സസ്, നിന്റെ സ്വപ്നം എല്ലാം നിനക്കായി കാത്തിരിക്കുന്നു. നീ ആ പെണ്ണിന് വേണ്ടി നിന്റെ ജീവിതം നശിപ്പിക്കരുത്, നീ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിടാനായി പറയുകയാണ്. എന്നാൽ അവൻ അതിന് കഴിയായിരുന്നില്ല. അവൻ അത്രയധികം അവളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ആ കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെ അവൻ്റെ സുഹൃത്തും അവനെ മനസ്സിലാക്കി അവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ അവരോട് സംസാരിച്ച് അവൻ തിരിച്ച് വീട്ടിലേക്ക് എത്തി. എന്നാൽ വീട്ടിലെത്തിയ സമയത്ത് വാണി അവിടെയൊന്നും കാണുന്നില്ല. അവൻ എല്ലാ സ്ഥലത്തും നോക്കി, പക്ഷെ വാണി മിസ്സിംഗ് ആണ്. വാണി എവിടെയോ പോയിരിക്കുന്നു. വീട്ടുകാർ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തെങ്കിലും അവളെ കണ്ടെത്താൻ ആർക്കും പറ്റിയില്ല. നമ്മുടെ ഹീറോ ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായി. അവൻ ദേഷ്യം വന്ന് സ്റ്റുഡിയോയിലിരുന്ന് എല്ലാം തട്ടി മാറ്റി അവൻ മ്യൂസിക് പ്ലേ ചെയ്യുന്ന സ്ഥലത്തേക്ക് നോക്കിയപ്പോഴാണ് അവിടെ താഴെ വാണിയുടെ ബുക്ക് വീണ് കിടക്കുന്നത് കാണുന്നത്. അതിൽ അവൾ ആ പാട്ട് എഴുതിയിരുന്നു. അന്ന് അവന് പ്രോമിസ് ചെയ്തിരുന്നില്ലേ, ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അവൻ്റെ സുഹൃത്തിൻ്റെ ഗേൾഫ്രണ്ട് എവിടെയാണെങ്കിലും തിരിച്ചു വരുമെന്ന്. ആ പാട്ടായിരുന്നു അത്. അത് കണ്ടതും അവനൊരു മനസ്സിലേക്ക് ഒരു ഐഡിയ വരികയാണ്. ആ പാട്ട് പാടണം, ആ പാട്ട് ലോകം മൊത്തം അറിയണം, ആ പാട്ട് എവിടെയാണെങ്കിലും അവൾ കേൾക്കും, അത് കേട്ട് കഴിഞ്ഞാൽ അവൾ എൻ്റെ അടുത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ അവനൊരു പ്രാന്തനെ പോലെ പെട്ടെന്ന് തന്നെ സ്റ്റുഡിയോയിലേക്ക് പോയി ആ പാട്ടിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്നാൽ ഇത് കണ്ട് അവൻ്റെ സുഹൃത്താണെങ്കിൽ ഇവൻ്റെ ഈ അവസ്ഥ കൊണ്ട് ഇതിപ്പോൾ നടക്കില്ല എന്നുള്ള കാര്യം തന്നെ പറയുമ്പോൾ അവൻ ആ നടന്ന സംഭവങ്ങളെ പറ്റിയൊക്കെ അവൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു. അത് കേട്ടതും അവനും അവനെ സപ്പോർട്ട് ചെയ്യാണ്. കൃഷി പറയാണ്, ഈ പാട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ എത്തിക്കണം, അതിന് നീ എന്നെ സപ്പോർട്ട് ചെയ്യണം, ഈ പാട്ട് എല്ലായിടത്തും എത്തിക്കഴിഞ്ഞാൽ അവൾ എന്നെ തേടി വരും. അങ്ങനെ 1 ഇയർ കഴിഞ്ഞു. മുംബൈയിലെ ഒരു രാഗ മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അവിടേക്ക് കൃഷി വരികയും അവളുടെ ഡയറിയുമായി വന്ന് അവിടെ പാട്ട് പാടുകയും ചെയ്തു. കൃഷിന് ചുറ്റും അവനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവനിപ്പോൾ വലിയ മ്യൂസിഷ്യൻ ആയിരിക്കുന്നു. എന്നാൽ അവൻ ഇപ്പോഴും സങ്കടമാണ്. അവൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന വാണി അവൻ്റെ അടുത്തില്ലായിരുന്നു. അവൻ പൂനെ, ബാംഗ്ലൂർ, ഡൽഹി, കൊൽക്കത്ത അങ്ങനെ പല സ്ഥലങ്ങളിലും ആ പാട്ട് പെർഫോം ചെയ്തു. എന്നാൽ വാണിയുടെ ഒരു വിവരവും ഇല്ല. അങ്ങനെ ലാസ്റ്റ് ലണ്ടനിൽ ഒരു ബിഗ് ഷോ അറ്റൻഡ് ചെയ്യാനായി അവർ പോവുകയാണ്. അവൻ്റെ ഫുൾ ഗ്യാങ് നല്ല എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അവർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു നിമിഷമായിരുന്നു അത്. എന്നാൽ നമ്മുടെ കൃഷി മാത്രം വളരെ സങ്കടത്തിലിരിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും ലണ്ടനിലെത്തി. ആ സ്റ്റേഡിയത്തിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കൃഷിൻ്റെ ഈ പാട്ട് വൈറലായതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ പാട്ടിൻ്റെ ഓരോ പോർഷൻ വെച്ച് റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും അതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹിമാചൽ പ്രദേശിലുള്ള ഒരു പെണ്ണ് കൃഷിൻ്റെ പാട്ട് പാടി ഒരു സ്റ്റേജ് ഷോയിൽ പെർഫോം ചെയ്യാണ്. ആ റീൽസ് കണ്ടതും അവൻ്റെ സുഹൃത്ത് ഒന്ന് ആ പാട്ടൊന്ന് ഹോൾഡ് ചെയ്ത് ആ വീഡിയോ സൂം ചെയ്യാനായി പറയാണ്. കാരണം ആ പാട്ട് പാടുന്ന പെണ്ണിൻ്റെ സൈഡിലായി 2 കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ഈ പാട്ട് ആസ്വദിക്കുന്ന ഒരു പെൺകുട്ടിയുടെ 2 കണ്ണുകൾ കാണാമായിരുന്നു. ആ കണ്ണ് വാണിയുടേതാണെന്ന് കൃഷ്ണ മനസ്സിലാവുകയും അവൻ ഉടനെ തന്നെ ആ പ്രോഗ്രാമൊക്കെ ക്യാൻസൽ ചെയ്ത് ഹിമാചൽ പ്രദേശിലേക്ക് പോവുകയാണ്. അവിടെ എത്തി അവൻ വളരെ കഷ്ടപ്പെട്ട് അവളുടെ അഡ്രസ്സ് കണ്ടുപിടിച്ചു. അവളിപ്പോൾ ഉള്ളത് ഒരു ആശ്രമത്തിലായിരുന്നു. അവൻ അവിടെ എത്തിയതും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ അവനെ പെട്ടെന്ന് മനസ്സിലായി. കൃഷ് കപൂർ അല്ലേ എന്നും പറഞ്ഞ് വാണിയുടെ കാര്യങ്ങൾ പറയുകയാണ്. വാണി ഇവിടെ വന്ന സമയം തൊട്ടേ നിങ്ങളുടെ പേര് മാത്രമേ പറയായിരുന്നുള്ളൂ, നിങ്ങളുടെ സോങ്സ് മാത്രമേ കേൾക്കുമായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് അവളുടെ എല്ലാ ഓർമ്മകളും പോയിരിക്കുന്നു. ആദ്യം ഞാൻ കരുതിയത് ഒരു മ്യൂസിഷ്യനോടുള്ള ആരാധനയാണ് എന്നാണ്. പക്ഷെ പിന്നീടാണ് അവൾ എന്നെ ഈ കത്ത് ഏൽപ്പിക്കുന്നത് എന്നും പറഞ്ഞ് ഒരു കത്ത് അവർ കൃഷിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ആ കത്ത് വായിച്ചപ്പോഴാണ് എന്തുകൊണ്ടാണ് അവൾ അവിടെ നിന്ന് പോയത് എന്നുള്ള കാര്യം അവന് മനസ്സിലാവുന്നത്. കാരണം ലാസ്റ്റ് അവർ ഒരുമിച്ചുണ്ടായിരുന്ന സമയം അവൾ ആ മ്യൂസിക് ഷോയിൽ ഒരുപാട് വീഡിയോസൊക്കെ എടുത്തിരുന്നല്ലോ. അത് അവളങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് അന്ന് നടന്ന ബാക്കി കാര്യങ്ങളൊക്കെ അവൾക്ക് ഓർമ്മ വരുന്നത്. അത് അവളിൽ ഒരുപാട് റിഗ്രറ്റ് ഉണ്ടാക്കുകയും ഞാൻ കാരണം കൃഷ് എത്ര വേദനിച്ചിട്ടുണ്ടാവും, ഇനി അങ്ങനെ അവൻ വേദനിക്കാൻ പാടില്ല, അവൻ്റെ ഗ്രോത്തിന് ഞാനൊരു തടസ്സമാവാൻ പാടില്ല എന്ന് കരുതിയാണ് അവൾ അവനോട് പറയാതെ അവിടെ നിന്ന് പോയത്. ആ ലെറ്റർ വായിച്ച് അവൻ അവളുടെ റൂമിലേക്ക് കയറിയപ്പോൾ കൃഷിൻ്റെ ഒരുപാട് ഫോട്ടോസ് അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷം അവൻ അവളുടെ അടുത്തേക്ക് പോയി. അവളിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഒരുപാട് എഴുതണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവൾക്ക് ഒരു വരി പോലും എഴുതാൻ പറ്റുന്നില്ല. കുറേ പേപ്പറുകൾ ഇങ്ങനെ ചുരുട്ടി എറിഞ്ഞിട്ടുണ്ട്.
കൃഷ്ണ അവൾ കണ്ടതും അവൻ വാണി നിങ്ങൾ ആരാ എന്ന് ചോദിക്കുകയാണ്. അവൾക്കൊന്നും തന്നെ ഓർമ്മയില്ല. അവന് വിഷമമായെങ്കിലും അവൻ അവളുടെ അടുത്ത് പോയിരുന്ന് ഞാനൊരു മ്യൂസിഷ്യനാണ്, പക്ഷെ എനിക്കിപ്പോൾ പാടാൻ അങ്ങനെ ശബ്ദം കിട്ടുന്നില്ല, പാടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പാടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു വെറുതെ. അതേ നേരം വാണി പറയാണ് എനിക്ക് എഴുതാൻ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല എന്ന്. അത് കേട്ട കൃഷ് അവരുടെ പഴയ മെമ്മറി റീക്രിയേറ്റ് ചെയ്യാനായി ശ്രമിക്കുകയാണ്. ആദ്യമായി അവൾക്ക് എഴുതാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ സമയത്ത് അവൻ മോട്ടിവേഷൻ കിട്ടാനായി ഒരു ഗ്രൗണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നല്ലോ, അതുപോലെ ഇവിടെ ഒരു മോട്ടിവേഷൻ ഇല്ല. പിന്നെ ആദ്യം അവൾ അവനോട് പറഞ്ഞ ഡയലോഗൊക്കെ അവനിപ്പോൾ തിരിച്ചു പറഞ്ഞ് ആ സംഭവം റീക്രിയേറ്റ് ചെയ്ത് അവൾ ആ ഗ്രൗണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. അന്ന് നടന്ന പോലെ തന്നെ കോഹ്ലിയുടെ മോട്ടിവേഷൻ കഥയൊക്കെ പറഞ്ഞ് അവളെ ഓർമ്മപ്പെടുത്താനായി ശ്രമിക്കുകയാണ്. ഒരു വട്ടമല്ല ഒരുപാട് തവണ അവൻ ട്രൈ ചെയ്തിട്ടും അവളുടെ ഫേസിൽ ഒരു മാറ്റവും കാണാനില്ല. അങ്ങനെ ട്രൈ ചെയ്ത് അവസാനം സങ്കടം സഹിക്കാൻ പറ്റാതെ അവന് വായിൽ നിന്ന് വാക്കുകൾ പോലും വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ വിഷമിച്ച് അവൻ കുത്തോട്ട് നോക്കി നിൽക്കുന്ന സമയത്താണ് അവൻ്റെ പുറകിൽ നിന്നും ക്രിഷ് കപൂർ എന്ന് വിളിക്കുന്നത്. അവൾക്കിപ്പോൾ ഓർമ്മ വന്നിരിക്കുന്നു. ഐ ലവ് യു ക്രിഷ് കപൂർ എന്ന് അവൾ ഒരുപാട് ഉറക്കെ പലതവണ പറയുകയും അവനെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തു. അങ്ങനെ അവർ തിരിച്ച് നാട്ടിലേക്ക് പോയി കല്യാണം കഴിക്കുകയാണ്. ആ കാഴ്ച കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇന്നത്തെ ഈ കഥ എല്ലാവരും വളരെ രസകരമായി എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയുക. ഇനിയും ഇതേപോലെയുള്ള നല്ല നല്ല സ്റ്റോറീസ് കേൾക്കുന്നതിനായി മല്ലു വോയിസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.